പൃഥ്വിരാജ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സുപ്രിയ മേനോനും അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. പൃഥ്വിക്ക് അല്പം അസുഖകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പൃഥ്വിക്ക് അല്പം അസുഖകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. അല്ല, എന്റെ ഒരു ഗുണവും ദോഷവും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും അയ്യോ എനിക്കറിയില്ല എന്ന് ഞാൻ പറയാറില്ല. വ്യക്തമായി മറുപടികൾ പ്രതീക്ഷിക്കുക. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പ്രണയം നാമ്പിട്ടത് അത് ആ രണ്ടുപേർക്കും അറിയില്ല എന്നാ അറിയണം. എന്തായാലും നമുക്ക് പറയാലോ, ഇവിടെയാണ് എനിക്ക് എന്റെ പ്രണയം ആരംഭിച്ചത്. നല്ല രസമുണ്ടല്ലേ? കഥ പറയാറില്ലേ? അങ്ങനെ ഒരു കൃത്യമായ ഒരു മുഹൂർത്തം പറയാൻ സാധിക്കുമോ? അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. ഇവിടെയാണ് എനിക്ക് എന്റെ പ്രണയം ആരംഭിച്ചത്. അത് പറയാറില്ലേ? ഇവനെന്ത് വിവരക്കരാ ചോദിക്കണേ? അന്ന് ആണ് എന്റെ പ്രണയം പോവുകയാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുമോ? എനിക്കങ്ങനെ പറ്റില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. ഒരുപക്ഷെ സുപ്രിയയെ പോലും ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഒരുപാട് കുറെ SMS വന്നിരുന്നു. നീ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. SMS ഒന്ന് ഈ സുപ്രിയ മേനോൻ പണ്ട് വിവാഹിതയായിരുന്നു. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഈ സുപ്രിയക്ക് പൃഥ്വിരാജിന്റെ അമ്മയുടെ പ്രായമുണ്ട്. ചുമ്മാ ഒരു രസത്തില് രണ്ടടിച്ച് ഒന്ന് ഫ്രീ. ഈ സുപ്രിയക്ക് പൃഥ്വിരാജിന്റെ അമ്മയുടെ പ്രായമുണ്ട്. ഇമ്മാതിരി വിവരക്കേട് എന്റെ അടുത്തെടുക്കരുത്. മീഡിയ എങ്ങനെ കുറെ വാർത്ത ഉണ്ടാക്കുന്നത് എനിക്കും അറിയാം. എന്റർടൈൻമെന്റ് ജേർണലിസം എങ്ങനെയാണെന്ന് നടക്കുന്നത് എനിക്കും അറിയാം. ഞാനും ജേർണലിസ്റ്റ് ആണ്, അത് മറക്കല്ലേ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.